ചലച്ചിത്ര രംഗത്ത് സന്തോഷ് പണ്ഡിറ്റ് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജനം കണ്ണും പൂട്ടി കല്ലെറിഞ്ഞ് ക്രൂശിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന പണ്ഡിറ്റ് പിന്നെയും പ്രകോപിപ്പിച്ചു. എന്നാൽ മലയാളി ഹൗസ് എന്ന വിമർശനമേറെ ഏറ്റുവാങ്ങിയ റിയാലിറ്റി ഷോയിൽ തലവെച്ച് പുതിയൊരു മുഖം പടുത്തുയർത്തി. ആ മുഖമാണത്രേ രണ്ടാം വരവിൽ പണ്ഡിറ്റിന് ധൈര്യം നൽകുന്നത്. പ്ലസ് പോയിന്റ് എനിക്ക് തോന്നുന്നു മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞതിന് ശേഷം പരിപാടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം ജനങ്ങൾ കണ്ടതാണ്. എനിവേ എനിക്കൊരു ഇമേജ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പരിപാടിയുടെ കൺസെപ്റ്റ് നല്ലതായിരുന്നു. അതേസമയം അതിൽ പങ്കെടുത്ത ചില ആളുകളുടെ കൾച്ചർ സൈഡിലുള്ള പ്രശ്നം തീർച്ചയായിട്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കാരണം കേരളത്തിലെ സംസ്കാരത്തിലെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരു ഇമേജ് അതിലൂടെ എനിക്ക് കിട്ടിയത് ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു. ഞാൻ നന്നായി ഡാൻസ് പഠിച്ചു. മലയാളി ഹൗസ് പരിപാടിക്ക് ശേഷം കുറച്ച് അട്ടപ്പാടിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു, വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ രണ്ടാം ഘട്ടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴും നമുക്കൊരു 10 രൂപ കിട്ടിയ 5 രൂപ സമൂഹത്തിന് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിനിമോളുടെ അച്ഛൻ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ, ഹിറ്റാവുക പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് റൈറ്റ് കുക്കി വിറ്റാൽ തന്നെ എനിക്ക് ഹിറ്റാണ്. പടം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കളക്ഷൻ റെഡിയാണ്. എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് കിട്ടിയാലും. അപ്പോൾ തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എന്താണോ അതിൻ്റെ പകുതിയെങ്കിലും ഞാൻ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരുവിധം ഒരു ആവറേജ് ഹിറ്റെങ്കിലും കിട്ടുകയാണെങ്കിൽ. 3 സിനിമ ചെയ്താൽ അമ്മയിൽ അംഗത്വം കിട്ടുമെന്നാണല്ലോ വെപ്പ്. പണ്ഡിറ്റിനെ മമ്മൂക്കയും ലാലേട്ടനും ഇന്നസെന്റും ഒക്കെ അങ്ങോട്ട് കയറ്റുമോ? അവരെന്നോട് പറഞ്ഞിരിക്കുന്ന 3 സിനിമയ്ക്ക് ശേഷം തരാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മിനിമോളുടെ അച്ഛന് ശേഷമാണ് ചെല്ലാൻ പറ്റും. ഏതിലായാലും ഞാൻ ചോദിക്കും, എന്നെ സംബന്ധിച്ചോളം ഞാൻ ആലോചിക്കുന്നത്, അവർ മെമ്പർ തന്നാലും മെമ്പർഷിപ്പ് തന്നില്ലെങ്കിലും സംഭവം എനിക്ക് ഗുണമാണ്. കാരണം തന്നാൽ കണ്ടോ, ഇത്രയും കാലം 100 കുറ്റം പറഞ്ഞവനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു സ്കോപ്പായി. ഞാൻ ജേർണലിസം ഫണ്ട് പഠിച്ചു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്കൂപ്പിനെ പറ്റി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ ചോദിക്കാമല്ലോ, നിങ്ങൾ ഇത്രയും ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് കൊടുക്കാമെന്ന് ചോദിക്കാം. ഒരു വേള തന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, സന്തോഷ് പണ്ഡിറ്റ് തെറ്റെന്ത്? എന്താ നിങ്ങൾ സിനിമാ പാരമ്പര്യമുള്ളവർക്ക് കൊടുക്കുള്ളൂ? ഞാൻ എന്തിൻ്റെയും മാർക്കറ്റിംഗ് ആണെന്നോ? കഴിഞ്ഞ ദിവസം ഞാൻ ജനങ്ങൾക്ക് എപ്പോഴും ഓപ്പണായിട്ട് നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആരാധിക വിളിച്ച് ചോദിച്ചു, സന്തോഷ് സാർ ഈ ചാനലിലൊക്കെ പാട്ട് പാടുമ്പോൾ പതുക്കെ കുഞ്ഞല്ലേ പാടുന്നത് എന്താ ചോദിച്ചു. നല്ല ഒബ്സർവേഷൻ. കാരണം ഇതുവരെ എന്നൊരാൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ചില്ല, നിങ്ങൾ പോലും ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മോളെ, നമ്മൾ പാട്ട് ഒന്നുകിൽ ട്യൂണാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സാണ് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഉറക്കെ പാടുമ്പോൾ എന്ത് സംഭവിച്ചാൽ ആളുകൾ അതിൻ്റെ ട്യൂണിലേക്ക് പോകും. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിണ്ടാക്കിയ ലൈൻസിലേക്ക് ആരും പോകില്ല. ഞാൻ പതുക്കെ പാടുമ്പോൾ ഇയാളിതെന്താ ഈ പാടുന്നതെന്ന് അറിയാൻ ആളുകൾ ഒന്നും കൂടെ കോൺസെൻട്രേഷൻ കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം ഏത് ചാനൽ പരിപാടിക്കോ ഈവൻ നിങ്ങളെ മുകളിൽ ഒരു സോങ്ങിനോട് പാടാൻ പറഞ്ഞാൽ ഞാൻ കുഞ്ഞായിട്ടാണ് പാടുന്നത്. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇയാൾ എന്താ ഈ പുറപെറുക്കുന്നതെന്ന് ഇങ്ങനെ നോക്കും. അപ്പം എൻ്റെ ലൈൻസിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ കിട്ടും. നിന്റെ ബുദ്ധി സമ്മതിച്ചടാ. ഇപ്പോൾ സംഗതി വ്യക്തമായി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഡെമോക്രസിക്ക് വേണ്ടിയുള്ള പാട്ടും ഡയലോഗും. To love without condition, to talk without intention, to give without reason, to care without expectation. എന്തൊരു വിമ്മിഷ്ട. That is friendship, that's real relation. That is friendship, that's real relation. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. To love without condition, to care without intention, to give without reason, to talk without expectation. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. That is friendship, that's real relation. That is friendship, that's real relation. ഇതെന്റെ മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിൽ അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുതുകത്ത് തഴമ്പുണ്ടാവില്ല. സംസ്കാരം അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, അത് ചോരയിൽ അലിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ലാതെ ജാട കളിച്ചും അഹങ്കാരം കാണിച്ചും നാക്കുകൊണ്ട് കോമിട്ട് പിടിച്ച് നേടിയെടുക്കേണ്ടതല്ല.
ചാരത്തിലൂതിയ തീ കത്തൂല, വിഷത്തെ അമൃതൊന്നും പേരിട്ട് വിളിച്ചാൽ വിഷാമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ 1 വഴി. അതാണ് ആദിത്യവർമ്മയുടെ വഴി. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്കും നൽകാനാവില്ല, ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്ക് തടയാനാവില്ല. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. Keep in mind. ഇമാതിരി സംഗതികളാണ് വരാനിരിക്കുന്നത്. പ്രേക്ഷകർ ധൈര്യം സംഭരിച്ച് ഇരുന്നോളുക. എന്തായാലും ഇന്ത്യയിൽ അല്ല ജനിച്ചത് എങ്കിൽ ഉയരങ്ങളിൽ എത്തിയനെ. ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയം എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളമല്ല വേറെ വല്ല സംസ്ഥാനത്ത് ജനിച്ചിരുന്നെങ്കിൽ കുറേ കൂടി എനിക്ക് അംഗീകാരം കിട്ടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ ഏതായാലും സൂപ്പർ സ്റ്റാർ ആക്കുക. ഇപ്പൊ ഞാൻ സൂപ്പർ സ്റ്റാർ ആയില്ല വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാനില്ല. അതേസമയം ഞാൻ സൂപ്പർ സ്റ്റാർ ആയാൽ നിങ്ങൾക്ക് പല ഗുണമുണ്ട്. നിങ്ങൾ ദയവ് ഇതൊന്നും മനസ്സിലാക്കൂ ചേട്ടന്മാരെ. ഇവിടെ ആരെങ്കിലും വായ തുറക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇങ്ങനെയൊക്കെ എന്ത് കിട്ടാനാണ്? ഇന്നെപ്പോലത്തെ മനുഷ്യന്മാർ എവിടെയെങ്കിലും എത്തിയാൽ നിങ്ങൾക്ക് ഒരു ഗുണമാണ്. ചിന്തിച്ചു നോക്കും. ഇപ്പോൾ ആരാണ് യഥാർത്ഥ സൂപ്പർ താരം എന്ന് ഡെമോക്രേസിക്കും സംശയം തോന്നുന്നു. എല്ലാവരും എതിരായി നിൽക്കുമ്പോഴും എതിർപ്പുകളെ അനുകൂലമാക്കി മാറ്റുന്ന ആളാണ് സൂപ്പർ താരം. സുകുമാരൻ നായരോട് ഉപമിച്ചപ്പോഴും തന്നെ അത്രയും ഉയർത്തിയതിന് നന്ദി പറയുകയായിരുന്നു പണ്ഡിറ്റ്. സുധീരന് മാത്രമല്ല, സുകുമാരൻ ആശാനും പണ്ഡിറ്റിനോട് മറുപടി ഉണ്ടാകും. അതിനായി കാത്തിരിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കേരള യാത്രാ സമാപനം. കുറെ കസേര ഇട്ടു ആളുകൾക്ക് ഇരിക്കാൻ. അവിടെ 8000 കസേര നിരത്തി ഇട്ടിരുന്നു. പിന്നെ കുറെ കസേര വീണ്ടും കൊണ്ടുപോയി ഇട്ടു. 8000 കസേരയിലും ആളുണ്ടായിരുന്നില്ല.